Activity 1. Identify appropriate pairs of words from the table. തന്നിരിക്കുന്ന ടേബിളിൽ നിന്ന് കറക്റ്റായിട്ട് ചേരുന്ന പേഴ്സ് കണ്ടെത്തി എഴുതാനായിട്ടാണ് ആക്ടിവിറ്റി. ബീസ് ബസ്റ്റ്, സ്നേക്ക് ഹിസ്റ്റ്, ക്ലോക്ക് ടിക്ഡ്, ബേബി ഗിഗിൾഡ്, bells jingled, leaves rustled. Activity 2. Thoughts. The crow saw Rocky trying to climb up the tree. Her nest was on that tree. What would be her thoughts? അതായത് കാക്ക റോക്കി മരത്തിൽ കയറാൻ ശ്രമിക്കുന്നത് കണ്ടു. ഹെർ നെസ്റ്റ് അവളുടെ കൂടെ ഓൺ ദാറ്റ് ട്രീ ആ മരത്തിലായിരുന്നു. വാട്ട് വുഡ് ബി ഹെർ തോട്ട്സ്? അപ്പോൾ അവളുടെ ചിന്തകൾ എന്തൊക്കെയായിരിക്കും? ഓ നോ, that naughty dog is climbing up. My chicks are in the nest. I need to protect them. If he further climb up, I will peck him. That naughty dog is climbing up. ആ കുസൃതിക്കാരനായ ഡോഗ് മരത്തിൽ കയറാൻ ശ്രമിക്കുന്നു. My chicks are in the nest. എൻ്റെ കുഞ്ഞുങ്ങൾ ആ മരത്തിൻ്റെ കൂടിനുള്ളിലുണ്ട്. I need to protect them. എനിക്ക് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതായത് സംരക്ഷിക്കണം. If he further climb up, I will peck him. Further എന്ന് വെച്ചാൽ കൂടുതൽ, ഇനിയും കൂടുതൽ അവൻ കയറുകയാണെങ്കിൽ ഐ വിൽ പെക്ക് ഹിം, ഞാൻ അവനെ കൊത്തും. ആക്ടിവിറ്റി 3. പിക്ചർ ഡിസ്ക്രിപ്ഷൻ. പേജ് നമ്പർ 71 മനോഹരമായ ഒരു ചിത്രമുണ്ട്, അത് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടാണ്. ഒബ്സർവ് ദ പിക്ചർ, ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ യുവർ നോട്ട് ബുക്ക്. പിക്ചർ റീഡിംഗ്. പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് അതിൽ ഐറ്റംസ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. പിക്ചർ റീഡിംഗ്. ട്രീസ്, സ്ട്രീം, പ്ലാന്റ്സ്, ഫ്ലവേഴ്സ്, ബട്ടർഫ്ലൈസ്, ബോട്ട്, fisherman, cow, parrot. Picture description. The picture shows a stream running through a village. There are big trees on the bank of the stream. A man is drawing a boat through the stream. Another man is fishing. A cow is drinking water from the stream. A dog is running. A bird is nested on one of the trees. There are bushes and flowers on the river bank. We can see the beauty of nature here. The picture shows a stream. ഒരു അരുവിയാണ്. റണ്ണിങ് ത്രൂ എ വില്ലേജ്. ഒരു ഗ്രാമത്തിലൂടെ ഒഴുകുന്ന മനോഹരമായ ഒരു അരുവി. There are big trees on the bank of the stream. അരുവിയുടെ കരയിൽ ധാരാളം മരങ്ങളുണ്ട്. A man is drawing a boat through the stream. അരുവിയിലൂടെ ഒരു മനുഷ്യൻ തുഴയുന്നു, ബോട്ട് തുഴയുന്നു. റോവിംഗ് മീൻസ് തുഴയുന്നു. Another man is fishing. ആ ചിത്രത്തിൽ വേറൊരു മനുഷ്യനുണ്ട്, അദ്ദേഹം മീൻ പിടിക്കുന്നു. A cow is drinking water. പശു വെള്ളം കുടിക്കുന്നു. From the stream, അരുവിയിൽ നിന്ന്. A dog is running. ഒരു നായ ഓടുന്നു. A bird is nested on one of the trees. മരത്തിൽ ഒരു കിളി കൂട് ഒരുക്കിയിട്ടുണ്ട്. Bushes, കുറ്റിച്ചെടികളും ഫ്ലവേഴ്സും on the river bank. ആ നദീതീരത്തുണ്ട്. We can see the beauty of nature here. പ്രകൃതിയുടെ മനോഹരമായ ഒരു ദൃശ്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആക്ടിവിറ്റി 4. Match the events. കോളം എയിൽ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സെൻറ്റൻസുകൾ കോളം ബിയിൽ നിന്ന് കണ്ടെത്താനായിട്ടാണ് ചോദ്യം. The crow got caught under a fallen branch. ഒടിഞ്ഞൊരു മരക്കഷ്ണത്തിൻ്റെ അടിയിൽ കാക്ക പെട്ടുപോയി. ആ ചിത്രം സി ചിത്രമാണ്. നെക്സ്റ്റ്, the nest fell down. കൂട് താഴെ വീണു, അത് എ പിക്ചറാണ്. The branch of the tree broke in the wind. കാറ്റുകൊണ്ട് മരക്കമ്പ് ഒടിഞ്ഞു, അത് ഡി ആണ്. Rocky saved the mother crow. റോക്കി കാക്കയെ അമ്മക്കാക്കയെ രക്ഷിച്ചു, ആ ചിത്രം ബി ആണ്. ആക്ടിവിറ്റി 4ന്റെ തന്നെ ബാക്കി ഭാഗമാണ്. 4 ഇവൻസ് ഉണ്ട്. The nest fell down. Rocky saved the mother crow. The crow got caught under a fallen branch. The branch of the tree broke in the wind. ഈ 4 ഇവൻസിനെ റൈറ്റ് ഡൗൺ ദി ഇവൻസ് ഇൻ യുവർ നോട്ട്ബുക്ക് ഇൻ ഓർഡർ. ഓർഡറിൽ ക്രമീകരിക്കാനായിട്ടാണ് ചോദ്യം. റൈറ്റ് ഡൗൺ ദി ഇവൻസ് ഇൻ ഓർഡർ. ഈ ഇവൻറ്റ്സ് ഓർഡറിൽ എഴുതുമ്പോൾ ആദ്യം നടന്നത് ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ ബ്രോക്ക് ഇൻ ദ വിൻഡ്, കാറ്റത്ത് മരക്കും പൊടിയുന്നു. ദ നെസ്റ്റ് ഫെൽ ഡൗൺ, പക്ഷിക്കൂട് താഴെ വീഴുന്നു. ദ ക്രോ ഗോട്ട് കോട്ട് അണ്ടർ എ ഫോളൻ ബ്രാഞ്ച്, മരക്കമ്പിനടിയിൽ ആ കാക്ക പെട്ടുപോകുന്നു. റോക്കി സേവ്ഡ് ദ മദർ ക്രോ, റോക്കി ആ അമ്മക്കാക്കയെ സേവ് ചെയ്യുന്നു, രക്ഷിക്കുന്നു. ഇതാണ് നടന്ന ക്രമം. ആക്ടിവിറ്റി 5. ഐഡന്റിഫൈ ദ സ്പീക്കർ. Dialogues of some characters in the story are given below. Identify the speaker. സ്റ്റോറിയിലെ ചില ക്യാരക്ടേഴ്സിൻ്റെ ഡയലോഗാണ് തന്നിരിക്കുന്നത്. ആരാണ് പറഞ്ഞതെന്ന് കണ്ടെത്തുക. പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ. എന്നെ ഇറിറ്റേറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞത് റോക്കി. ലീവ് മീ, ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്വിറൽ.
എന്നെ വിടൂ, ഞാൻ പോയി സ്ക്വിറലിനെ പിടിക്കട്ടെ എന്ന് പറഞ്ഞത് ക്യാറ്റ്. നെക്സ്റ്റ്, ഹെൽപ്പ് മീ ദ മദർ ക്രോ. ഇപ്രകാരം ധാരാളം ഡയലോഗുകൾ സ്റ്റോറിയിലുണ്ട്. അത് കണ്ടെത്തുക. ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യുക. ആക്ടിവിറ്റി 6, മേക്ക് റിഡിൽസ്. റീഡ് ദ റിഡിൽസ് ഗിവൻ ബിലോ. തന്നിരിക്കുന്ന റിഡിൽസ് വായിക്കുക. മേക്ക് സ്യൂട്ടബിൾ റിഡിൽസ് ആൻഡ് റൈറ്റ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ചിത്രത്തിന് അനുയോജ്യമായ റിഡിൽസ് നിർമ്മിക്കുക. I have long feathers. I dance in the rain. I'm with beautiful. Who am I? I have long feathers. നീളമുള്ള തൂവലുകളുണ്ട്. I dance in the rain. ഞാൻ മഴയത്ത് ഡാൻസ് ചെയ്യും. I am very beautiful. എന്നെ കാണാൻ ഭയങ്കര സുന്ദരമാണ്, മനോഹരമാണ്. Who am I? ഞാൻ ആരാണ്? ആൻസർ, peacock. My beak is strong. I peck on trees. I have feather crown. Who am I? My beak is strong. സ്ട്രോങ് ആയിട്ടുള്ള കൊക്കുകളാണ്. ഐ പെക്ക് ഓൺ ട്രീസ്. പെക്ക് മീൻസ് കൊത്തുക. മരത്തിൽ ഞാൻ കൊത്തും. ഐ ഹാവ് ഫെദർ ക്രൗൺ. ഒരു തൂവൽ കൊണ്ടുള്ള കിരീടമുണ്ട്. ഹു ആം ഐ? ഞാൻ ആരാണ്? ആൻസർ, വുഡ് പെക്കർ, മരം കൊത്തി. ഐ ഹാവ് ലോങ് ഇയേഴ്സ്. ഐ ഗാർഡ് യുവർ ഹൗസ്. ഐ വാഗ് മൈ ടെയിൽ. ഹു ആം ഐ? ഐ ഹാവ് ലോങ് ഇയേഴ്സ്. എനിക്ക് നീളമുള്ള ചെവികളുണ്ട്. ഐ ഗാർഡ് യുവർ ഹൗസ്. ഞാൻ നിങ്ങളുടെ വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഐ വാഗ് മൈ ടെയിൽ. ഞാൻ വാല് ഇളക്കും. ഹു ആം ഐ? ഞാൻ ആരാണ്? ആൻസർ, ഡോഗ്. ഐ ആം ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഇൻ ദ ലാൻഡ്. കരയിലെ ഏറ്റവും വലിയ മൃഗമാണ് ഞാൻ. ഐ ക്യാൻ ട്രംപറ്റ്. എനിക്ക് ചിഹ്നം വിളിക്കാനായിട്ട് സാധിക്കും. ഐ ആം വെജിറ്റേറിയൻ. ഞാനൊരു സസ്യാഹാരിയാണ്. ഹു ആം ഐ? ഞാൻ ആരാണ്? ആൻസർ, എലിഫന്റ്. ആക്ടിവിറ്റി 7, ആനിമൽസ് ആൻഡ് യങ് വൺസ്. ജീവികളും അവയുടെ കുഞ്ഞുങ്ങൾക്ക് പറയുന്ന പേരുകളും. ഹിയർ ആർ ദ പിക്ചേഴ്സ് ഓഫ് സം ആനിമൽസ് ആൻഡ് ദെയർ യങ് വൺസ്. ആനിമൽസിന്റെയും അവയുടെ കുഞ്ഞുങ്ങളുടെയും ചിത്രം തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദം. ജീവികളെ തിരിച്ചറിയുക. ആൻഡ് റൈറ്റ് ദ മിസ്സിംഗ് വേർഡ്സ് ഇൻ ദ സ്പേസ് ഗിവൻ. വൺ ഈസ് ഡൺ ഫോർ യു. ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട്. കൗ. കൗവിന്റെ കുഞ്ഞിന് പറയുന്ന പേരാണ് കാഫ്. അപ്രകാരം ബാക്കി കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ്. ഡോഗ്, പപ്പി, cat, kitten, goat, kid, bird, chick, owl, owlet. Let's read a poem and recite. Happiness is a poem written by Matrona Dilivayo. A seed is happy when it becomes a root. A root is happy when it becomes a bud. A bud is happy when it becomes a stem. And a stem is happy when it becomes a flower. Activity 8, making similar sentences using the clue. Page number 75-ൽ clue തന്നിട്ടുണ്ട്. A father becomes happy when his family is safe. ഫാമിലി സേഫ് ആണെങ്കിൽ ഫാദർ ഹാപ്പിയാണ്. അപ്രകാരം താഴെ തന്നിരിക്കുന്ന ലൈനുകളിൽ നിന്ന് പുതിയ സെന്റൻസുകൾ കണ്ടെത്താനായിട്ടാണ്. A teacher becomes happy when students learn well. A mother becomes happy when she gets love. A father becomes happy when his family is safe. A grandfather becomes happy when he gets care. A kid becomes happy when he gets a joy. A teacher becomes happy. Teacher സന്തോഷവതിയാകും when students learn well. കുട്ടികൾ നന്നായി പഠിക്കുകയാണെങ്കിൽ. A mother becomes happy. അമ്മ സന്തോഷവതിയാവും when she gets love. സ്നേഹം കിട്ടുകയാണെങ്കിൽ. A father becomes happy. അച്ഛൻ ഹാപ്പി ആവും when his family is safe. ഫാമിലി സുരക്ഷിതമായിട്ടിരിക്കുകയാണെങ്കിൽ. എ ഗ്രാൻഡ് ഫാദർ ബിക്കംസ് ഹാപ്പി വെൻ ഹി ഗെറ്റ്സ് കെയർ. മുത്തശ്ശൻ ഹാപ്പി ആണെങ്കിൽ ഗെറ്റ്സ് കെയർ, നല്ല കെയർ കിട്ടുവാണെങ്കിൽ മുത്തശ്ശൻ ഹാപ്പി ആവും. എ കിഡ് ബിക്കംസ് ഹാപ്പി വെൻ ഹി ഗെറ്റ്സ് എ ടോയ്. ഒരു കുട്ടി ഹാപ്പി ആവും ഒരു ടോയ് കിട്ടുകയാണെങ്കിൽ. ആക്ടിവിറ്റി 9, ഷോർട്ട് പോയം. Here is a short poem about a parrot. Read it. Green parrot. Green parrot, green parrot, how do you cry? Screech, 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 goes my cry. Now write 4 lines about a crow. Give a title to. പാരറ്റിനെ കുറിച്ചുള്ള കവിത വായിച്ചിട്ട് അതുപോലെ കാക്കയെക്കുറിച്ച് എഴുതാനാണ്. ഒപ്പം തന്നെ അതിനൊരു ഹെഡ്ലൈനും കൊടുക്കണം. Black crow. Black crow, black crow, how do you cry? Caw, 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 goes my cry. Kitty cat. Kitty cat, how do you cry? Meow, meow, meow,
goes my cry. Matrona Delivayo, a famous author, philosopher, and an entrepreneur. Books such as The Little Book of Inspiration, Creativity the Book, 50 Lessons Every Wise Mother Teaches Her Son, 100 Lessons Every Great Man Wants You to Know, and Lalibela's Wisdom are his famous works. He was born in Zimbabwe and now a Canadian citizen. Activity 10, Birdwatching Diary. Observe the birds around you and prepare a birdwatching diary in your notebook. പക്ഷികളെ നിരീക്ഷിച്ച് അവയെക്കുറിച്ച് ഡയറി എഴുതാനായിട്ടാണ്. അതിൻ്റെ ഫോർമാറ്റും തന്നിട്ടുണ്ട്. ഡയറിയിൽ പക്ഷിയെ കണ്ട ഡേറ്റ് ആൻഡ് ടൈം, നെയിം ഓഫ് ദ ബേർഡ്, കളർ, ഒരു കളറാണെങ്കിൽ അത്, കളേഴ്സ് ആണെങ്കിൽ ആ നിറങ്ങൾ, സൈസ് ബിഗ്, മീഡിയം ഓർ സ്മോൾ, ആക്ഷൻസ് നമ്മൾ കാണുമ്പോൾ അത് ഏത് ആക്ഷനിലായിരുന്നു, ഫ്ലൈയിങ്, സിംഗിങ്, ഡൈവിങ്, ഈറ്റിംഗ്, നെസ്റ്റിംഗ്, വേർ ഡിഡ് യു സീ, എവിടെയാണ് കണ്ടത്, ഇത്രയും കാര്യങ്ങൾ ഡയറിയിൽ ഇൻക്ലൂഡ് ആവണം. ഇപ്പോൾ ഇവിടെ ഒരു ഈഗിളിൻ്റെയാണ് എക്സാമ്പിൾ തന്നിരിക്കുന്നത്. ഡേറ്റും ടൈമും ഇവിടെ നൽകിയിട്ടുണ്ട്. ഈവനിങ് ടൈമിലാണ് കണ്ടത്. നെയിം ഓഫ് ദ ബേർഡ് ഈഗിൾ, കളർ ഓർ കളേഴ്സ് വൈറ്റ് ഹെഡ് ആൻഡ് ടെയിൽ, ഡാർക്ക് ബ്രൗൺ ബോഡി ആൻഡ് വിങ്സ്, സൈസ് ബിഗ്, ആക്ഷൻസ് ഫ്ലൈസ് ഹൈ ഓവർ ദ സ്കൈ, ആകാശത്തിൽ ഉയരത്തിൽ പറക്കുന്നു, ഇറ്റ് റോ മീറ്റ് ഓഫ് ദ പ്രേ, ഇരയുടെ പച്ച ഇറച്ചിയാണ് കഴിക്കുന്നത്, ഇറ്റ് ബിൽസ് നെസ്റ്റ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ബിഗ് ട്രീസ്, ഉയരമുള്ള മരത്തിലാണ് കൂട് നിർമ്മിക്കുന്നത്, വേർ ഡിഡ് യു സീ, ഓൺ ദ ടോപ്പ് ഓഫ് എ ട്രീ, ഒരു മരത്തിൻ്റെ മുകളിലാണ് ഞാനതിനെ കണ്ടത്. ഇപ്രകാരം മറ്റു പക്ഷികളുടെയും തയ്യാറാക്കുക. ആക്ടിവിറ്റി 11, സ്റ്റോറി ഇൻ മൈ വേർഡ്സ്. പേജ് നമ്പർ 80 ആക്ടിവിറ്റിയാണ്. പിക്ചർ നോക്കി സ്റ്റോറി എഴുതുക. പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ തന്നെ അതിനെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അവ കൃത്യമായി ആൻസർ എഴുതുമ്പോൾ തന്നെ അതിൻ്റെ സ്റ്റോറി ആയി മാറുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഹൂ വോക്കപ്പ് റോക്കി. റോക്കി ആരാണ് എഴുന്നേൽപ്പിച്ചത്? ദ ക്രോ വോക്കപ്പ് റോക്കി. ക്രോയാണ് എഴുന്നേൽപ്പിച്ചത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് റോക്കി സീ. റോക്കി എന്താണ് കണ്ടത്? റോക്കി സോ എ ക്യാറ്റ് ചേസിങ് എ സ്ക്വിറൽ. ഒരു പൂച്ച സ്ക്വിറലിനെ ചേസ് ചെയ്യുന്നതാണ് റോക്കി കണ്ടത്. വാട്ട് ഡിഡ് ദ ക്രോ ഡു. ക്രോ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ദ ക്രോ സ്റ്റാർട്ടഡ് സർക്കിളിംഗ് അറൗണ്ട് റോക്കി. ദ ക്രോ സ്റ്റാർട്ടഡ് സർക്കിളിംഗ് അറൗണ്ട് റോക്കി. റോക്കിക്ക് ചുറ്റും പറന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് റോക്കി ഡു ദെൻ. റോക്കി അപ്പോൾ എന്ത് ചെയ്തു? റോക്കി സ്റ്റുഡ് അപ്പ് ഓൺ ഹിസ് ഹിൻഡ് ലെഗ്സ്. ബാക്കിലെ കാലുകൾ കൊണ്ട് റോക്കി ഉയർന്നു നിന്നു. ക്വസ്റ്റ്യൻ നമ്പർ 5, ഹൂ സ്നാച്ച്ഡ് ദ ബോൺ ഫ്രം റോക്കി. റോക്കിയിൽ നിന്നും ആരാണ് ബോൺ തട്ടിയെടുത്തത്? ദ ക്രോ സ്നാച്ച്ഡ് ദ ബോൺ ഫ്രം റോക്കി. കാക്കയാണ് തട്ടിയെടുത്തത്. വാട്ട് ഹാപ്പൻ ടു ദ ക്രോസ് നെസ്റ്റ് ഓൺ എ റെയിനി ഡേ. മഴയുള്ള ദിവസം ക്രോവിൻ്റെ നെസ്റ്റിന് എന്താണ് സംഭവിച്ചത്? ദ ബ്രാഞ്ച് ബ്രോക്ക് ആൻഡ് ദ നെസ്റ്റ് ഫെൽ ഡൗൺ ഓൺ എ റെയിനി ഡേ. ശിഖരങ്ങൾ ബ്രോക്കായി ഒടിഞ്ഞു. ആൻഡ് ദ നെസ്റ്റ് ഫെൽ ഡൗൺ. കൂട് വന്ന് താഴെ വീണു. വാട്ട് ഹാപ്പൻ ടു ദ മദർ ക്രോ. അമ്മ കാക്കയ്ക്ക് എന്ത് സംഭവിച്ചു? ദ മദർ ക്രോ കോട്ട് അണ്ടർ എ ഫോളൻ ബ്രാഞ്ച്. ഒടിഞ്ഞൊരു ശിഖരത്തിൻ്റെ ഉള്ളിൽ കാക്ക പെട്ടുപോയി. ഹൂ സേവ്ഡ് ദ മദർ ക്രോ. അമ്മ കാക്കയെ ആരാണ് രക്ഷിച്ചത്? ഇറ്റ് വാസ് റോക്കി ഹൂ സേവ്ഡ് ദ മദർ ക്രോ. റോക്കിയാണ് അമ്മ കാക്കയെ സേവ് ചെയ്തത്. Narrate the story in your own words. You may draw pictures as well. സ്റ്റോറി ആയിട്ട് എഴുതുക, ചിത്രവും വരയ്ക്കുക. റോക്കി ദ കൈൻഡ് പപ്പി. വൺ ഡേ റോക്കി ദ പപ്പി വാസ് സ്ലീപ്പിംഗ് അണ്ടർ എ ട്രീ. ഒരു ദിവസം റോക്കി എന്ന പപ്പി മരത്തിൻ്റെ അടിയിൽ കിടന്നുറങ്ങുകയായിരുന്നു. എ ക്രൂ ഫ്ലോ അറൗണ്ട് ദ ബീസ് ദാറ്റ് ബസ്റ്റ് അറൗണ്ട് റോക്കീസ് ഹെഡ്. റോക്കിയുടെ ഹെഡിന് മുകളിലൂടെ പരന്ന ഈച്ചകൾക്ക് ചുറ്റും ക്രോ പറന്നു. റോക്കി വോക്കപ്പ്. റോക്കി ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. റോക്കി സോ എ ക്യാറ്റ് ചേസിങ് എ സ്ക്വിറൽ. അപ്പോൾ റോക്കി കണ്ടത് ഒരു പൂച്ച ഒരു സ്ക്വിറലിനെ ചേസ് ചെയ്യുന്നതാണ്, അണ്ണാൻ്റെ പിന്നാലെ പോകുന്നതാണ്. ഹി ചേസ് ദ ക്യാറ്റ് ഫോർ ഹാവിങ് സം ഫൺ. വെറുതെ ഒരു തമാശയ്ക്കായിട്ട് ആ ക്യാറ്റിനെ റോക്കി ഫോളോ ചെയ്തു. ദ സ്ക്വിറൽ ക്ലൈംബ്ഡ് അപ്പ് എ ട്രീ. അണ്ണാൻ മരത്തിന് മുകളിൽ കയറി. ദ ക്യാറ്റ് ഓൾസോ ക്ലൈംബ്ഡ് അപ്പ്. ആ പൂച്ചയും മരത്തിന് മുകളിൽ കയറി. റോക്കി ട്രൈഡ് ടു ക്ലൈംബ് അപ്പ് ദ ട്രീ. ഇത് കണ്ട റോക്കിയും മരത്തിൽ കയറാനായിട്ട് ശ്രമിച്ചു. ദ സ്ക്വിറൽ ഡിസപ്പിയർഡ് അമംഗ് ദ ലീവ്സ്. അപ്പോഴേക്കും അണ്ണാൻ ഇലകൾക്കിടയിൽ മറഞ്ഞു. ദ ക്യാറ്റ് ജംപ്ഡ് ഡൗൺ ആൻഡ് എസ്കേപ്ഡ്. പൂച്ച താഴേക്ക് ചാടി ഓടി. ഓൺ സീയിങ് റോക്കി ട്രൈങ് ടു ക്ലൈംബ് അപ്പ്, ദ ക്രോ ബിക്കെയിം ഫ്രൈറ്റൻഡ്.
റോക്കി മരത്തിലേക്ക് കയറാൻ ശ്രമിക്കുന്നത് കണ്ട് കാക്ക പേടിച്ചു പോയി. കാരണം ഹെർ ചിക്സ് വെയർ ഇൻ ദ നെസ്റ്റ് ഓൺ ദ ട്രീ. ആ മരത്തിലെ കൂട്ടിലാണ് കാക്കയുടെ കുഞ്ഞുങ്ങളുള്ളത്. ഷീ സ്റ്റാർട്ടഡ് സർക്കിളിംഗ് അറൌണ്ട് റോക്കി. അപ്പോൾ അവൾ പേടിച്ചിട്ട് റോക്കിയുടെ ചുറ്റും പറക്കാൻ തുടങ്ങി. റോക്കി സ്റ്റൂഡ് അപ്പ് ഓൺ ഹിസ് ഹിൻഡ് ലെഗ്സ്. റോക്കി അവന്റെ പിൻകാലുകൾ ഉയർന്ന് പൊങ്ങി നിന്നു. ഓൺ ദ വേ ബാക്ക് റോക്കി ഗോട്ട് എ ബോൺ. അവിടെ നിന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് അവനൊരു എല്ലിൻ കഷ്ണം കിട്ടി. വെൽ ഹി വാസ് ചൂവിങ് ദ ബോൺ. അവനത് ചവച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദി ക്രോ സ്നാച്ച്ഡ് ദ ബോൺ ആൻഡ് ഫ്ലൂ അവേ. കാക്ക എല്ലിൻ കഷ്ണം തട്ടിയെടുത്ത് പറന്നുപോയി. റോക്കി ജംപ്ഡ് അപ്പ് ആൻഡ് ഡൗൺ സെവറൽ ടൈംസ് ഇൻ ഡിസ്പെയർ. അവൻ ഒരുപാട് പ്രാവശ്യം ഉയർന്നു ചാടി. സഡൻലി ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ. പെട്ടെന്ന് മഴ വന്നു. ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ ബ്രോക്ക് ഇൻ ദ വിൻഡ് ആൻഡ് ദ ക്രോസ് നെസ്റ്റ് ഫെൽ ഡൗൺ. മരക്കും പൊടിഞ്ഞ് കാക്കയുടെ കൂട് താഴെ വീണു. റോക്കി കൺസോൾഡ് ദ ചിക്സ് ദാറ്റ് ആർ ലൈങ് ഓൺ ദ ഗ്രൗണ്ട്. താഴെ വീണ കുഞ്ഞുങ്ങളെ റോക്കി കൺസോൾ ചെയ്തു, ആശ്വസിപ്പിച്ചു. ഹീ സോ ദ മദർ ക്രോ കോട്ട് അണ്ടർ എ ഫോളൻ ബ്രാഞ്ച്. ഒരു മരക്കഷ്ണത്തിനടിയിൽ അമ്മ കാക്ക പെട്ടുകിടക്കുന്നത് അവൻ കണ്ടു. റോക്കി സേവ്ഡ് ദ മദർ ക്രോ ബൈ മൂവിങ് ദ ബ്രാഞ്ച്. ആ ബ്രാഞ്ച് എടുത്തു മാറ്റി അവൻ അമ്മക്കാക്കയെ രക്ഷിച്ചു. ഷീ ലുക്ക്ഡ് അറ്റ് റോക്കി വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. അമ്മക്കാക്ക അവനെ നന്ദിയോടെ നോക്കി. റോക്കി വോക്ക്ഡ് എവേ സേയിങ് ടേക്ക് കെയർ. റോക്കി അവിടെ നിന്ന് നടന്നു നീങ്ങി. അവൻ ടേക്ക് കെയർ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നടന്നു നീങ്ങിയത്. ഇതാണ് ഈ സ്റ്റോറിയുടെ നറേഷൻ. ആക്ടിവിറ്റി 12 റൈറ്റ് എ സ്റ്റോറി. തന്നിരിക്കുന്ന പിക്ചറിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഈ ആക്ടിവിറ്റി. വൺസ് കുട്ടു ദി റാബിറ്റ് തോട്ട് ഓഫ് മേക്കിംഗ് എ ഗാർഡൻ. കുട്ടു എന്ന് പറയുന്ന ഒരു റാബിറ്റ് ഒരിക്കൽ ഒരു ഗാർഡൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഹി ഡിസ്കസ്ഡ് ദ മാറ്റർ വിത്ത് ഹിസ് ഫ്രണ്ട്സ്. ഈ കാര്യം അവൻ തൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്തു. ദ റാറ്റ് സ്റ്റാർട്ടഡ് ടേക്കിംഗ് ഹോൾസ് ടു പ്ലാന്റ് ദ സീഡ്സ്. അപ്പോൾ എലി വന്നിട്ട് കുഴികൾ ഉണ്ടാക്കി ടു പ്ലാന്റ് ദ സീഡ്സ്, വിത്തുകൾ ഇടാനായിട്ട്. ദി ക്രോ ഹെൽപ്ഡ് ബൈ സോയിങ് ദ സീഡ്സ്. ക്രോ വന്ന് ആ വിത്തുകൾ വിതയ്ക്കാനായിട്ട് സഹായിച്ചു. ദ എലിഫന്റ് വാട്ടേഡ് ദ പ്ലാന്റ്സ് വെൽ. മുളച്ച ചെടികൾക്ക് എലിഫന്റ് എന്നും വെള്ളമൊഴിച്ചു. ദ കൗ ഗേവ് കൗഡങ് ടു ദ പ്ലാന്റ്സ്. പ്ലാന്റ്സിന് വളമായിട്ട് കൗ ചാണകം നൽകി. ദ പ്ലാന്റ്സ് ഗ്രോ അപ്പ് വെൽ. ചെടികൾ നന്നായി വളർന്നു. അറ്റ് ലാസ്റ്റ്, അവസാനം, ദർ വാസ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. അവിടെ മനോഹരമായ ഒരു പൂന്തോട്ടം രൂപപ്പെട്ടു. ദ ഫ്രണ്ട്സ് ആർ ഓൾ ഹാപ്പി. അവരെല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. ആക്ടിവിറ്റി 13 അറേഞ്ച് ഇൻ ദ ആൽഫബറ്റിക്കൽ ഓർഡർ. അക്ഷരമാല ക്രമത്തിൽ വാക്കുകളെ ക്രമീകരിച്ച് എഴുതാനായിട്ടാണ് ഈ ആക്ടിവിറ്റി. ഒബ്സർവ് ദ പിക്ചർ. ചിത്രം നിരീക്ഷിക്കൂ. ആൻഡ് ദ ലിസ്റ്റ് ഓഫ് ആനിമൽസ് ഗിവൺ ബിലോ. ആനിമൽസിന്റെ ലിസ്റ്റ് താഴെ തന്നിട്ടുണ്ട്. റൈറ്റ് ദ കറസ്പോണ്ടിങ് നമ്പർ ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ആനിമൽസിന്റെ പേരിന്റെ ആ നമ്പർ കറക്റ്റായിട്ട് ആ ആനിമൽസിന്റെ ബോർഡിൽ എഴുതുക. ലിസ്റ്റ് ദ ആനിമൽസ് ഇൻ ദ ആൽഫബറ്റിക്കൽ ഓർഡർ ഇൻ യുവർ നോട്ട്ബുക്ക്. അതിനുശേഷം ജീവികളെ അക്ഷരമാല ക്രമത്തിൽ ബുക്കിൽ ക്രമീകരിച്ച് എഴുതുക. അപ്പോൾ താഴെ അവയുടെ പേരുകളും നമ്പറും തന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അവരുടെ ദേഹത്തൊട്ടിച്ചിരിക്കുന്ന ബോർഡിൽ എഴുതുക. ആനിമൽസിന്റെ പേരുകൾ നോക്കുകയാണെങ്കിൽ യാക്ക്, ലയൺ, എലിഫന്റ്, മിർക്യാറ്റ്, ക്വാക്ക, ഫോക്സ്, നീൽഗായ്, ജിറാഫ്, ജഗ്വാർ, അലിഗേറ്റർ. വോൾ, കങ്കാരു, ചിമ്പാൻസി, ഇഗ്വാന, സ്ക്വിറൽ, വാർത്തോക്, ഹിപ്പോപ്പൊട്ടാമസ്, ടൈഗർ, ബെയർ, ഒറാങ്ങുട്ടാൻ. Zebra, urial, deer, rabbit, cenorine, porcupine. ജീവികളെ അക്ഷരമാല ക്രമത്തിൽ, അതായത്
ABCD ആ ഒരു ആൽഫബറ്റിക്കൽ ഓർഡറിൻ്റെ ക്രമത്തിൽ കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്നതാണ് ഇവിടെ തന്നിട്ടുള്ളത്. അലിഗേറ്റർ, ബെയർ, ചിമ്പാൻസി, ഡിയർ, എലിഫന്റ്, ഫോക്സ്, ജിറാഫ്, ഹിപ്പോപ്പൊട്ടാമസ്, ഇഗ്വാന, ജാഗ്വാർ, കങ്കാരു, ലയൺ, മീർക്യാറ്റ്, നീൽഗായ്, ഒറാങ്ങുട്ടാൻ, പോർക്യുപൈൻ, ക്യോക്ക, റാബിറ്റ്, സ്ക്വിറൽ, ടൈഗർ, യൂറിയൽ, വോൾ, വാർത്തോക്ക്, സെനുറൈൻ, യാക്ക്, സീബ്ര. അപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ 26 ലെറ്റേഴ്സ് ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്രകാരം ഇത് ചെയ്യുക. ആക്ടിവിറ്റി 14 വീഡിയോ ക്ലിപ്പ്. ഡു യു ഹാവ് പെറ്റ് ആനിമൽ ഉണ്ടോ? ട്രൈ ടു വീഡിയോ റെക്കോർഡ് ദ ആക്ഷൻസ് ആൻഡ് മൂവ്മെന്റ്സ് ഓഫ് യുവർ പെറ്റ് വിത്ത് ഓഡിയോ കമൻട്രി ആൻഡ് സെൻഡ് ഇറ്റ് ടു യുവർ ടീച്ചർ. അതായത് പെറ്റ് ആനിമൽസിൻ്റെ ആക്ഷൻസും മൂവ്മെന്റ്സും ഒക്കെയും വീഡിയോ ചെയ്തിട്ട് കമൻറ്റേറ്ററി ആഡ് ചെയ്ത് ടീച്ചറിന് അയച്ചു കൊടുക്കാനായിട്ടാണ്. നെക്സ്റ്റ് ഓഡിയോ ഡയറിയാണ്. റെക്കോർഡ് ആൻ ഓഡിയോ ക്ലിപ്പ് narrating an interesting event such as the കലോത്സവം, സ്പോർട്സ് മീറ്റ് എക്സെട്ര held in your school. സ്കൂളിൽ നടത്തിയ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൻ്റെ ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അത് നറേറ്റ് ചെയ്യുന്ന ഓഡിയോ റെക്കോർഡ് ചെയ്ത് ടീച്ചറിന് അയച്ചു കൊടുക്കാനുള്ളതാണ് ഈ ടാസ്ക്. നെക്സ്റ്റ് ആക്ടിവിറ്റി മൈ വേർഡ് ബാങ്ക്. ലിസ്റ്റ് ദ വേർഡ്സ് യു ഹാവ് ലേൺഡ് ആൻഡ് ഓർഗനൈസ് ദം ആൽഫബറ്റിക്കലി ഇൻ യുവർ നോട്ട്ബുക്ക്. ഇപ്പോൾ ടെക്സ്റ്റിൽ ഈ സ്റ്റോറിയിൽ പഠിച്ച വാക്കുകൾ തന്നെ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതാനായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. My word bank. Around, buzzed, chasing, disappeared, enjoying, fun, grass, hungry, irritate, jumped, no, lying, munchy, naughty, observing, pity, rain, shivering, thunder, under, very, wind, yummy. ഇപ്രകാരം കൂടുതൽ വാക്കുകൾ കണ്ടെത്തി അതിനെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ക്രമീകരിച്ചിട്ട് എഴുതുക.